വികസന പദ്ധതികളിൽ ഇനിയും മുന്നേറ്റം ഉണ്ടാകണം. കൂടുതൽ വിദ്യാലയങ്ങളും കൂടുതൽ ആശുപത്രികളും നവീകരിക്കണം. ശബരിമലയുടെ വികസനത്തിൽ ഇനിയും കൂടുതലായി കാര്യങ്ങൾ ചെയ്യാനാകണം. പുതിയ ഉയരങ്ങൾ, പുതിയ തലങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. അതിനായി ഇനിയും ജാഗ്രതയോടെ കഠിനാധ്വാനം ചെയ്യും. കേവലം പ്രസംഗത്തിൽ നിർത്താതെ പ്രവൃത്തിയിലും മറ്റുള്ളവർക്ക് മാതൃകയായി മാറുകയാണ് റാന്നിയുടെ ജനകീയനായിട്ടുള്ള MLA കൂടിയായിട്ടുള്ള ഇപ്പൊ LDFന്റെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. എങ്ങനെയാണ് MLA ആത്മവിശ്വാസം? ആത്മവിശ്വാസത്തിന് അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് 2021 ഇവിടെ വരുമ്പോൾ അങ്ങേക്കറിയാം, ആളുകൾക്ക് പരിചിതനായിരുന്നില്ല, ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ 5 വർഷം MLA നിലയിൽ നടത്തിയ വികസന പദ്ധതികളെക്കാൾ ജനങ്ങളുമായുള്ള ആത്മബന്ധം നൽകുന്ന ഒരു അഗാധമായ ആത്മബന്ധം നൽകുന്ന ഒരു വലിയ കരുത്തുണ്ട്. അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ തലമുതിർന്ന മനുഷ്യർ വരെ അവരുടെ ഒരു കുടുംബാംഗമായി കാണുന്നുണ്ട്, അവരുടെ കൂടപ്പിറപ്പായി കാണുന്നുണ്ട്. സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. MLA നിലയിൽ ഒരു വിളിക്കപ്പുറത്തുണ്ടായിരുന്നു. ഒരു ഫോൺ കോളിൽ അവർക്ക് കാര്യങ്ങൾ പറയാമായിരുന്നു. ഒരു ശുപാർശയുമില്ലാതെ, പരിചയപ്പെടുത്തലുകളില്ലാതെ എല്ലാവർക്കും കടന്നു വരാവുന്ന ഒരു സ്ഥലമായിരുന്നു MLAയുടെ വീടും MLAയുടെ ഓഫീസും. ആ ഒരു സ്നേഹബന്ധം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 2, വികസനത്തിന്റെ ഒരു സുവർണ കാലം തീർക്കാൻ കഴിഞ്ഞു. 12 പഞ്ചായത്തുകളിലും നടപ്പിലാക്കിയ പദ്ധതികൾ. റാന്നിയെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച ഒരു കാലമായിരുന്നു. റാന്നി ആശുപത്രി 17 കോടി പുതിയ ആശുപത്രി കെട്ടിടം, 1 കോടി രൂപയുടെ. ഓരോ അമ്മയും സംബന്ധിച്ച് പിറവി ഏറ്റവും പവിത്രമാണ്, ജന്മം നൽകൽ. പുതിയ ലേബർ റൂം, അങ്ങേയറ്റം പെരുന്നാട് കിടത്തി ചികിത്സ, 121 കോടിയുടെ നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി, പെരിന്തൽമണ്ണ ടൂറിസത്തിൽ ലഭിച്ച ഭരണാനുമതി, വന്യമൃഗ ആക്രമണം തടയാൻ കേരളത്തിൽ ആദ്യമായി MLA ഫണ്ട് ഉപയോഗിക്കാൻ 50 ലക്ഷം രൂപ, നബാർഡിന്റെയും രാഷ്ട്രീയ കിസാൻ വികാസ് യോജനയുടെയും പദ്ധതികൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത്. BMRDCയുടെ നിലവാരത്തിലേക്ക് എല്ലാ റോഡുകളും മാറി. ഗതാഗതത്തിന്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി. എരുമറ്റൂർ ആശുപത്രി അവസാന ഘട്ടത്തിലേക്ക് എത്തി. ആശുപത്രികൾ മെച്ചപ്പെട്ടു, വിദ്യാലയങ്ങൾ മെച്ചപ്പെട്ടു. നോളജ് വില്ലേജ് പദ്ധതി രാജ്യത്തിനാകെ ശ്രദ്ധേയമാണ്, മാതൃകയാണെന്ന് പറഞ്ഞത് ശശി തരൂരാണ്. 1430 സ്ത്രീകൾക്ക് സൗജന്യമായ തയ്യൽ പരിശീലനവും രോഗീ പരിപാലനത്തിൽ സാന്ത്വനമിത്ര എന്ന പദ്ധതിയും നൽകിയ ഷീറൈസ്. ഇങ്ങനെ പദ്ധതികളുടെ, പുതിയ ആശയങ്ങളുടെ ബൃഹത്തായ പദ്ധതികൾ. നടക്കില്ല എന്ന് കരുതിയ മടത്തുംചാൽ മുക്കൂട്ടുത റോഡ് അവസാന ഘട്ടത്തിൽ. റാന്നി പാലം തുടങ്ങില്ല എന്ന് കരുതി ഇതാ റാന്നി പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. അങ്ങനെ ബൃഹത് പദ്ധതികൾ മുതൽ കരുതലിന്റെ, ക്ഷേമത്തിന്റെ എല്ലാം ഒരു കാലമായിരുന്നു. അത് നൽകുന്ന ആത്മവിശ്വാസം, രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ബന്ധം, റാന്നിയുടെ പുരോഗതി ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയും പ്രതീകവുമായി മത്സരിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന പ്രതീക്ഷയുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ അല്ലെങ്കിൽ അടയാളപ്പെടാതെ പോകുന്നവരുടെ ഒരു നാവായിട്ടാണ് അങ്ങ് നിയമസഭയിൽ ഒരു സമൂഹത്തിന് വേണ്ടി ദീർഘനേരം അന്ന് നിയമസഭയിൽ പ്രസംഗിച്ചത്. അതൊരു ചരിത്ര രേഖയായി ആ സമൂഹം ഇന്നും ഓർപ്പിക്കും. 2 കാര്യമാണ് അങ്ങ് പറഞ്ഞതുപോലെ. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത് ആദിവാസി മേഖലയാണ്. മഞ്ഞത്തോട് എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിലെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം, അവർക്ക് എത്രയോ കാലമായി ടൈറ്റിൽ ഡീഡ് ഉണ്ടായിരുന്നില്ല. മുഴുവൻ കുടുംബങ്ങൾക്കും ടൈറ്റിൽ ഡീഡ് കൊടുക്കാൻ എത്ര തവണയാണ് ഡൽഹിയിൽ പോയത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ തടസ്സങ്ങളെല്ലാം നീക്കി ഇന്ന് ആ കുടുംബങ്ങൾക്ക് മുഴുവൻ ഭൂമിക്ക് രേഖയുണ്ട്. അതുകൊണ്ടാണ് മർത്തോമ സഭയുമായി ചേർന്നവർക്ക് വീട് നൽകാൻ കഴിയും. അട്ടത്തോട് സ്കൂള് ആദിവാസി വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു, ഒറ്റ മുറിയായിരുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ട്രൈബൽ സ്കൂളുകളിൽ ഒന്ന് അട്ടത്തോട് തലയൂർത്ത് നിൽക്കുന്നു. 3 കോടി രൂപ. മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ആധുനിക നിലവാരത്തിലേക്ക് മാറ്റാൻ കോടിക്കണക്കിന് രൂപയാണ് ഈ കാലത്ത് അവിടെ എത്തിച്ചത്. അതുപോലെയാണ് പട്ടയം. നമ്മുടെ നാട്ടിൽ പട്ടയമില്ലാതിരുന്ന എത്രയോ മനുഷ്യർ. പെരുമ്പെട്ടി പട്ടയം അങ്ങേക്കറിയാം, നിയമസഭയിലെ ആദ്യത്തെ സബ്മിഷനായിരുന്നു. 3 തലമുറയുടെ കാത്തിരിപ്പായിരുന്നു ആ പട്ടയം. നടക്കില്ല എന്ന് കരുതിയ പട്ടയം അത് പെരുമ്പെട്ടി മാത്രമല്ല, അരയൻപാറയിൽ, തെക്കേമലയിൽ എല്ലാം പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു. ഇനിയുമുള്ള പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ചർച്ചകളുടെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാതെ പോയ ഒരുപാട് മനുഷ്യരുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞു, അവരുടെ ശബ്ദമാകാൻ കഴിഞ്ഞു. അതിൽ അഭിമാനമുണ്ട്. കേവലം 5 വർഷം കൊണ്ട് എല്ലാം പൂർത്തീകരിച്ചൊന്നും അവകാശപ്പെടുന്നില്ല. ഇനിയും എന്താണ് ജനപ്രതിനിധി തേടുമ്പോൾ അവരോട് പറയാനുള്ള മണ്ഡലത്തിൽ? 5 വർഷം ഒരു MLAക്ക് പ്രവർത്തിക്കാൻ ജനങ്ങൾ അനുവദിച്ചു തരുന്ന കാലയളവാണ്. ആ കാലയളവിൽ വിശ്രമിച്ചിട്ടില്ല. എന്റെ രാപ്പകലുകളും എന്റെ പ്രയത്നവും എന്റെ അധ്വാനവും
5 വർഷം കൊണ്ട്, ഈ നാട്ടിലെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, 5 വർഷം കൊണ്ട് ചെയ്യാവുന്ന അതിനപ്പുറം കാര്യങ്ങൾ സാധ്യമാക്കിയിട്ടുണ്ട്. ഈ വികസന പദ്ധതികൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. റാന്നി പാലം പൂർത്തീകരിക്കണം. നോളജ് വില്ലേജിന്റെ അടുത്ത ഘട്ടം ഒരു സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബാണ്. ഷീറൈസിന്റെ അടുത്ത ഘട്ടം സ്ഥാപനങ്ങൾ ആരംഭിക്കലാണ്. ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ. ജലമിത്ര, റാന്നിയുടെ ജലസംരക്ഷണത്തിനായി നമ്മൾ രൂപപ്പെടുത്തിയ ഒരു രാജ്യമാകെ ശ്രദ്ധിക്കാൻ പോകുന്ന വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. വികസന പദ്ധതികളിൽ ഇനിയും മുന്നേറ്റം ഉണ്ടാകണം. കൂടുതൽ വിദ്യാലയങ്ങളും കൂടുതൽ ആശുപത്രികളും നവീകരിക്കണം. റാന്നിയുടെ ടൂറിസത്തിൽ പെരുന്തേനരുവിയിൽ വരാൻ പോകുന്ന സ്ഫടികപാലവും മണിയാറ് 90% പൂർത്തീകരിച്ച മണിയാർ ടൂറിസവും എല്ലാം ചേർത്ത് ടൂറിസം സർക്യൂട്ട് സാധ്യമാക്കണം. ശബരിമലയുടെ വികസനത്തിൽ ഇനിയും കൂടുതലായി കാര്യങ്ങൾ ചെയ്യാനാകണം. ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ വികസനത്തിന്റെ പുതിയ ഘട്ടം, പുതിയ ഉയരങ്ങൾ, പുതിയ തലങ്ങൾ സ്വന്തമാക്കാൻ കഴിയും. അതിനായി ഇനിയും ജാഗ്രതയോടെ കഠിനാധ്വാനം ചെയ്യും. കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പക്ഷെങ്കിൽ സംസ്ഥാനത്തിന്റെ മറ്റ് MLA-കൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു മുദ്ര റാന്നി MLA-ക്ക് ഉണ്ട്. അതായത് ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച പ്രാസംഗ്യനുള്ള ഡൽഹിയിൽ പോയി പ്രസംഗിച്ച ആ 1ാം സമ്മാനം നേടിയ ആ പ്രാസംഗ്യനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതോടെ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞത്? അല്ല, 2 കാര്യങ്ങളാണ്. ഒന്നാം ആദ്യം പറഞ്ഞ പ്രസംഗവും പ്രവൃത്തിയുമാണ്. പ്രസംഗത്തിൽ സ്ഥിരമായി സമ്മാനമാകുന്ന ആളായിരുന്നു. അതിലെനിക്ക് മറക്കാൻ കഴിയാത്തൊരു കാര്യം, ഞാൻ മാവേലിക്കര ബിഷമൂർ കോളേജ് പഠിക്കുമ്പോൾ ജോർജ് മാർട്ടൻ സ്മാരക പ്രഭാഷണത്തിനായി ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്ന് വരികയാണ്. അഴീക്കോട് മാഷ് വാക്കുകളുടെ സർവകലാശാലയാണ്. അവിടെ വരുമ്പോൾ അവിടെ എന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ MK ചെറിയാൻ കൊഴുവല്ലൂർ പറഞ്ഞു, ഞങ്ങളുടെ ചെയർമാനാണ്. അപ്പൊ അഴീക്കോട് മാഷ് പറയുകയാണ്, എങ്ങനെയാണെങ്കിൽ അദ്ദേഹം പ്രസംഗിക്കട്ടെ. അഴീക്കോട് മാഷിന് നമ്മൾ പ്രസംഗിക്കുക എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയും ബട്ടർഫ്ലൈ ഇൻ സ്റ്റൊമക്ക്. നമുക്കൊരു വലിയ പരിഭ്രമം തോന്നും. പക്ഷെ ആ പ്രസംഗം തത്വമസിയെക്കുറിച്ച്, ഭാരതീയം എന്ന പുസ്തകത്തെക്കുറിച്ച്, ആ സമയത്ത് DC ബുക്സ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ സർ ആർത്തർ കോനൻ ഡോയിലിന്റെ ഷെർലക് ഹോംസ് കൃതികൾക്ക് ആമുഖം എഴുതിയത് അഴീക്കോട് മാഷായിരുന്നു. അങ്ങനെ ഒരു പ്രസംഗം ഒരു 20 മിനിറ്റാണ് നടത്തിയത്. ആ പ്രസംഗം കഴിയുമ്പോൾ അഴീക്കോട് മാഷ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു, ഞാൻ എന്റെ പിൻഗാമിയെ തിരിയുകയായിരുന്നു ഇത്രയും കാലം. ഞാൻ പ്രമോദ് നാരായണനെ എന്റെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നു. അതൊരു ആജീവനാന്ത അനുഗ്രഹമാണ് എന്ന് ഞാൻ കരുതുന്നു. ഏത് പ്രസംഗത്തിലും അഴീക്കോട് മാഷിന്റെ അനുഗ്രഹം കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തേത്, 21ാമത്തെ വയസ്സിലാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നത്. 21ാമത്തെ വയസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, MA-ക്ക് പഠിക്കുകയാണ്. അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ നടപ്പിലാക്കിയ ഒരു പദ്ധതി, 3 പദ്ധതികൾ. അതിൽ ഒരുമ സ്ത്രീ മുന്നേറ്റ പദ്ധതി, ക്യാൻസറിനെതിരായി നടപ്പിലാക്കിയ പദ്ധതി, നാടിന്റെ കാർഷിക മുന്നേറ്റത്തിനായി നടപ്പിലാക്കിയ ഹരിതം. ഈ 3 പദ്ധതികളും ചേർത്ത് അന്ന് UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ്, UNDP-യുടെ ഗാന്ധി സമ്മാൻ പുരസ്കാരം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ പുരസ്കാരം, അത് മേധാ പട്കർക്കൊപ്പമാണെന്ന് ലഭിച്ചത്. ഇത് രണ്ടും ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത അനുഭവങ്ങളാണ്, നിത്യപ്രചോദനമാണ്. കേരള വിഷൻ ഓർത്തതിന്, അങ്ങേപ്പോലുള്ള മാധ്യമ പ്രവർത്തകൻ ഇതൊക്കെ ശ്രദ്ധിച്ചതിന് പ്രത്യേകം നന്ദി. കേരള വിഷൻ നൽകുന്ന പിന്തുണയ്ക്ക് പ്രത്യേകമായി പ്രേക്ഷകരോടും ഞാൻ നന്ദി പറയട്ടെ. പള്ളിയോടങ്ങളുടെ നാടുകൂടിയാണ് റാന്നി. ആ റാന്നി മണ്ഡലത്തിൽ 9-ാം തീയതിയിലേക്ക് പള്ളിയോടങ്ങൾക്ക് ചരിത്രത്തിൽ ആദ്യമായി കേരള ബജറ്റിൽ 1 കോടി രൂപ ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഈ വർഷം 50 ലക്ഷം. പടയണിക്ക് മ്യൂസിയം 1 കോടി. മർത്തോമാ സഭ വിട്ടുവരുന്ന സ്ഥലത്തെ തപോവൻ ടൂറിസം പദ്ധതിക്ക് 1 കോടി. ഇങ്ങനെ എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും കൂടി ചേർത്ത് പിടിച്ചു. ഓക്കെ, അങ്ങനെ ആ പള്ളിയോടങ്ങളിൽ മത്സരത്തിന്റെ പള്ളിയോടങ്ങളിൽ തുഴഞ്ഞ് മുന്നേറുകയാണ്. 9-ാം തീയതി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടവകാശം തേടുകയാണ് ജനകീയനായിട്ടുള്ള MLA കൂടിയായിട്ടുള്ള പ്രമോദ് നാരായണൻ. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട. താങ്ക് യു.